ഞാൻ വെറുതെ കിണാറില്ല. എനിക്ക് എന്താ ഇത് സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴി, കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം, ഇതൊക്കെ ഇന്ന് ഇവരെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവർ ഇതുവരെ ഇതുവഴിയൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ്. ഇപ്പോൾ റോഡ് വന്നതിന് ശേഷം ഇവിടെയും ആരും ഇതിലെയൊന്നും അങ്ങനെ പോകാറില്ല. അത്യാവശ്യം വീട്ടുകാരൊക്കെ ഒന്ന് ഇറങ്ങിയാലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇവർ ഇത്ര ഹാപ്പി ആയിട്ട്. അപ്പം ഇവിടെ കുറച്ച് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കൂട്ടിയിട്ട് വന്നതാണ്. ഇവരൊക്കെ ഇപ്പോൾ ഈ സ്കൂൾ വണ്ടിയൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ വണ്ടി വരും. ഇനി വീട്ടിലെത്തിയില്ലെങ്കിലും തൊട്ടടുത്തൊരു റോഡ് വരെയെങ്കിലും വണ്ടിയൊക്കെ വരും. ഞങ്ങളൊക്കെ ഇതിലേ നടന്ന് എത്രയോ കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അവരിതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ ഇപ്പം. എന്നിട്ട് എന്നോട് ചോദിക്കും, ഇത്രയും ദൂരമൊക്കെ അമ്മ എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്, പറ്റാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാളും നല്ല സൂപ്പറായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഓടി നടക്കുമായിരുന്നു കേട്ടോ. അവർ അത്ര ഹാപ്പി ആയിരുന്നു. എനിക്കായിരുന്നു നടക്കാൻ പറ്റാണ്ടായത്. സ്കൂളിലേക്ക് നടക്കുന്നത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ താഴത്തെ ഈ വീട് കണ്ടാവും, ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന വീടാണ്. ഇതിൻ്റെ സ്ഥാനത്തൊരു പഴയ വീടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ വെള്ളം വീട്ടിൽ വരെ കൊണ്ടുപോയിരുന്നത് കേട്ടോ. കുഞ്ഞ് പാനിയിലൊക്കെ വെള്ളം എടുത്തിട്ട് ഞാൻ കുഞ്ഞായപ്പോൾ തൊട്ടേ വെള്ളമൊക്കെ കൊണ്ടുപോയി. ഇപ്പം നമുക്ക് പൈപ്പ് വെള്ളം വീട്ടിലൊക്കെ എത്തി. പക്ഷേ അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നു കേട്ടോ. ലൈഫ് അത് തന്നെയായിരുന്നു നല്ലതെന്ന് തോന്നുന്ന കുറച്ച് സമയമൊക്കെ ഉണ്ട്. അപ്പം സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവർക്ക് ബാക്കിയൊക്കെ കുഴപ്പമില്ല, ഇവർക്ക് വേണ്ടത് വെള്ളം, മീൻ, വയൽ, തോട് ഇതൊക്കെയാണല്ലോ. അപ്പം അവർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ വെള്ളമില്ല. അതാണ് പറ്റിയത്. കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനകത്തും ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഉള്ളതുപോലെ കനാലും വലിയ അങ്ങനെ തോടൊന്നും ഇവിടെ ഇല്ല. ഈ ചെറിയൊരു തോടുണ്ട്, അതിനകത്ത് വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ്. അതുകൊണ്ട് മീനും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് അവർ മീൻ പിടിച്ചിട്ടു, അത് വേറൊരു വീഡിയോയിലുണ്ട്. ഇവരുടെ കൂടെ ഇവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ മേലെ തന്നെയുള്ളൊരു ചേച്ചീൻ്റെ മോനാണ്. ഇവർ വന്നപ്പോൾ തൊട്ട് അവൻ ഇവിടെ തന്നെയാണ് കേട്ടോ, പോകുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇതാണ് ആൾ, യദു എന്നാണ് കേട്ടോ പേര്. എന്നോട് പറയുന്നുണ്ട് സ്കൂൾ തുറന്നിട്ട് പോകാൻ ചേച്ചി എന്ന് പറഞ്ഞ് വയ്യ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ നാളെ ഞങ്ങൾ തിരിച്ച് കൊളത്തൂരേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൽവിക്ക് ഇവിടെ വന്നപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൂണ്ടയിടാൻ പോക്കാണ്. അവരുടെ മെയിൻ കലാപരിപാടി അതാണല്ലോ. അപ്പം ഇവിടെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിലേക്ക് ആശ മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേ വരുന്ന സമയത്ത് ഈ പാലമൊന്നും ഇങ്ങനെ പൊക്കിയിട്ടായിരുന്നില്ല. പാലമൊക്കെ താന്നിട്ട് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇതിലൂടെ നടന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചെറുതുമാണല്ലോ. അപ്പം ആ റോഡ് വരെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കൊണ്ടുവിടുകയായിരുന്നു ചെയ്യുക. ഒറ്റയ്ക്ക് വരാനൊന്നും പറ്റില്ല. ഈ പാലമൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ. മരത്തിൻ്റെ പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് എല്ലാം. അവിടെയൊക്കെ ആ കാണുന്ന സ്ഥലമൊക്കെ വയലായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഇപ്പോൾ അവർ മണ്ണിട്ടൊക്കെ നികത്തി വീടൊക്കെ വെച്ചു. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തൊക്കെയോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ടാവും ഞാൻ ഈ ഭാഗത്തേക്കേ വരാതെ. അപ്പം എന്താണെന്നറിയില്ല, സങ്കടമാണോ സന്തോഷമാണോ, ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ ഇവിടെ ഇരുന്ന് ഞാൻ വരുന്ന വഴിയും ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന വഴിയൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. പണ്ട് അമ്മ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത്, ചിലപ്പം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ട് നമ്മളെ വീടിൻ്റെ മുകളിൽ ഓല മേയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഓല മടയാൻ അമ്മ പോവായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പം ഈ പാലത്തിൻ്റെ അടുത്ത് കുറേ ചേച്ചിമാരും അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും കൂടെ ഇരുന്നിട്ട് ഓല മടയുന്നുണ്ടാവുമായിരുന്നു കേട്ടോ. ആ പാലത്തിൻ്റെ അന്ന് മരത്തിൻ്റെ പാലമാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അധിക ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാനിത് പറിച്ചു കൊണ്ടുവരായിരുന്നു കേട്ടോ. ഈ ചെടി മാത്രം, ഇതൊരു ടീച്ചർ വീടാണ്, അവിടെ അത് മാത്രം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാം മാറിപ്പോയി. അതെന്ത് അവിടെ അവർ കളയാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അത് ഞാൻ കാണിച്ചു കൊടുത്തു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഓല മടയണ കാര്യം പറഞ്ഞപ്പോൾ ആൽവിക്ക് ഭയങ്കര ഡൗട്ട്, അതെന്താ സംഭവം, എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പം നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഇവിടെ എവിടെയും അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്ത് ഈ ഓല മടയുന്ന സംഭവം കാണിച്ചു കൊടുത്തു കേട്ടോ.
അത്രയ്ക്ക് നമ്മുടെ പല കാര്യങ്ങളും പണ്ടുള്ളത് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. എന്നാലും സംഭവം ഞാൻ കാണിച്ചു കൊടുത്തു. അതവന് ഇഷ്ടപ്പെട്ടു. ഇനി അത് പഠിക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ ആശാൻ. അപ്പം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഓട്ടോയിലായിരുന്നു. റോഡിനടുത്തേക്ക് വന്നു. അവർക്ക് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അതിനാണ് ആ ഓട്ടോ ഓടുന്നത്. അങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 2 ഫ്ലേവറാണ് കേട്ടുള്ളത്. ഒന്ന് മഞ്ചാടി എന്ന് പറയുന്ന ഒരു സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റേത് ചോക്ലേറ്റിൻ്റെ ആണ്. മധുരം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതെടുത്തില്ല. മഞ്ചാടി നല്ല പുളിപ്പും മധുരവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത്. ഏതു മാത്രം ചോക്ലേറ്റ് സിപ്പപ്പാണ് കഴിച്ചത്. ഞങ്ങൾക്ക് മഞ്ചാടിയാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും മഞ്ചാടിയാണ് ഇഷ്ടം. ബാക്കി എൻ്റെ അടുത്തുള്ള സിപ്പപ്പിൻ്റെ വീഡിയോ എടുക്കാൻ നിന്നതിന് എല്ലാം കൂടെ ചടപടേന്ന് താഴെ പോയി. പിന്നെ എല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഞങ്ങൾ മഞ്ചാടി കണ്ടപ്പോഴാണ് മഞ്ചാടിക്കുരു പെറുക്കിക്കൊണ്ടിരുന്ന കഥ ഓർമ്മ വന്നത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു ഇടയുടെ സൈഡിലൊരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണ്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പം എന്നെ പേടിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. ആ ആളവിടെ എനിക്ക് അയാളെ ഭയങ്കര പേടിയായിരുന്നു. അയാളിപ്പോൾ അവിടെ ഇരുന്ന് എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഹസ്ബൻഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. കുറേ വർഷത്തിന് ശേഷം കാണുമല്ലേ. അപ്പോൾ കുറച്ച് നേരം അയാളോടൊക്കെ കഥ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. മഞ്ചാടിക്കുരു പെറുക്കാൻ തുടങ്ങി കേട്ടോ. ദേ ഇവിടെ സംഭവം അവിടെ തന്നെ മരമുണ്ട്, മുറിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവരിതാ മഞ്ചാടിക്കുരു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ചെറിയ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് കുഞ്ഞൊരു ഉരുളിയുണ്ട്, അതിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ്. പകുതിയോളം ആയിട്ടുണ്ട്. അത് എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ മഞ്ചാടി കാണുമ്പോൾ ഞാൻ പെറുക്കി എടുക്കാറുണ്ട്. അത് നിറയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഈ മഞ്ചാടിക്കുരു കുന്നിക്കുരു ഒക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മത്സരമായിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് 1 2 കിട്ടിയാലായി. ആദ്യം വരുന്ന ആൾ എടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആർക്കും വേണ്ടാണ്ട് ഇതൊക്കെ ചവിട്ടി നിലത്തൂടെ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അങ്ങനെ ഇവരെ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ പെറുക്കിയെടുത്ത് സൂക്ഷിക്കാനും. പക്ഷേ കുന്നിക്കുരു ഇപ്പോൾ എവിടെയും കാണാനില്ല കേട്ടോ. കുന്നിക്കുരു കണ്ടിട്ട് തന്നെ കാലങ്ങളായി. എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു. ഒക്കെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഇവിടെ നിന്ന് എന്തോ എല്ലാം പോയി. അപ്പോൾ മഞ്ചാടിക്കുരു പെറുക്കൽ ഇതാ തിണ്ടിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ താഴെ വീണിക്കേണ്ട ഞാൻ വീട്ടിലേക്ക് പോകേണ്ടിയും ഇല്ല. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കിട്ടിയില്ല കേട്ടോ. നമ്മുടെ ക്യാമറ ഓഫ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, മറക്കില്ല കേട്ടോ.